ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് സമചിത്തതയോടെയും സമഭാവനയോടെയും സുവിശേഷ ദീപ്തി പകർത്താൻ നിതാന്ത ജാഗ്രത പുലർത്തുന്നതിനോടൊപ്പം ജ്ഞാനായ സമുദായത്തിന് ആത്മീയ മുഖം നൽകാൻ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ടിന് സാധിച്ചെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. കോട്ടയം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ടിൻ്റെ മെത്രാഭിഷേക രജത ജൂബിലിയോടനുബന്ധിച്ച് ക്രിസ്തുരാജ കത്തീഡ്രലിൽ അർപ്പിച്ച ദിവ്യബലിയിൽ വചന സന്ദേശം നൽകുകയായിരുന്നു മാർ ആലഞ്ചേരി. ഈ സമചിത്തതയും സംയമനവും അതുപോലെ തന്നെ വിവേകവും വ്യക്തിത്വത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അഭിമന്യ മാത്യു മൂലക്കാട്ട്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ അജപാലന വിജയത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ധാരണ. സാമുദായികവും സ്വഭാവവുമായിട്ടുള്ള കോട്ടയം അതിരൂപതയുടെ വളർച്ചയ്ക്ക് സന്തുലിതമായിട്ടുള്ള ഒരു ദർശനം കൊടുക്കുകയും ആ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സഭാ കൂട്ടായ്മയെ സീറോ മലബാർ സഭയിലും സാർവത്രിക കൂട്ടായ്മയിലും ശക്തമായി നിലനിർത്തുകയും ചെയ്ത ഒരു മേലധ്യക്ഷനാണ് അഭിമന്യ മാത്യു മൂലക്കാട്ട്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിജയപുരം രൂപതാ മെത്രാൻമാർ സെബാസ്റ്റ്യൻ തെക്കത്തച്ചേരിൽ, ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ബാബു പറമ്പടത്തുമലയിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മാർ മാത്യു മൂലക്കാട്ടിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അയച്ച ലത്തീൻ ഭാഷയിലുള്ള സന്ദേശവും മലയാള പരിഭാഷയും അതിരൂപത ചാൻസലർ റവറൻ ഡോക്ടർ ജോൺ ചെന്നാക്കുഴി വായിച്ചു. മാർ മാത്യു മൂലക്കാട്ട് ജൂബിലി ദീപം തെളിച്ചു. മെത്രാഭിഷേക ജൂബിലിയോടനുബന്ധിച്ച് കോട്ടയം അതിരൂപത നടപ്പാക്കുന്ന വിവിധ ഉപവി സാമൂഹിക പ്രതിബദ്ധതാ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. അതിരൂപത സഹായ മെത്രാന്മാരായ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ സ്വാഗതവും ഗീവർഗീസ് മാർ അബ്രേം കൃതജ്ഞതയും അർപ്പിച്ചു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കൈവപ്പ് ശുശ്രൂഷ വഴി റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് 1999 ജനുവരി 6-നാണ് മാർ മാത്യു മൂലക്കാട്ട് കോട്ടയം രൂപതയുടെ സഹായമെത്രാനായി അഭിഷിക്തനായത്. 2006 ജനുവരി 14-ന് കോട്ടയം അതിരൂപതാധ്യക്ഷനായി സ്ഥാനമേറ്റു. നിരവധി ബിഷപ്പുമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ ഒട്ടേറെ പേർ മാർ മൂലക്കാട്ടിന് അനുമോദനങ്ങൾ അറിയിക്കാൻ എത്തിയിരുന്നു.